ഹലോ ഗായ്സ്, ഇന്നൊരു ചേഞ്ചിന് നമ്മളെ ചാനലിൽ ഇന്ന് ഞാനാണ് വ്ലോഗ് ചെയ്യുന്നത്. ഇപ്പോൾ ടൈം ഒരു 12 മണിയായി. അപ്പോൾ ഇന്ന് എന്നാണ് ഉണ്ടാക്കേണ്ടതെന്നൊന്നും മനസ്സിലാകാണ്ട് ഇങ്ങനെ അപ്പൂസ് എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നതായിരുന്നു, എന്നാ ഉണ്ടാക്കുകയെന്ന്. അപ്പം ഞാൻ ഇന്നലെ മേടിച്ച ചെമ്മീൻ ഉണ്ടായിന് ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫ്രിഡ്ജിൽ ചെമ്മീൻ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എവിടെയും പോകാനും മേടിക്കാനും എനിക്ക് കഴിയില്ല, നീ ആ ചെമ്മീൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ചെമ്മീനെ കൊണ്ടൊരു ബിരിയാണി ഇവിടെ ഉണ്ടാക്കുമെന്ന് ക്ലീൻ ചെയ്തതായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിന് ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ചെമ്മീൻ ബിരിയാണീൻ്റെ മസാല ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ചൂടുവെള്ളമാകുന്നുണ്ട്. അരി അപ്പോൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ചൂടാണ്. ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു ചൂട്. ചിലപ്പം വിചാരിക്കും മീനങ്ങാറ്റായാൽ മതിയെന്നു. ചൂട് സഹിക്കണ്ടല്ലോ. ഇതാ എപ്പം നോക്കും വെള്ളത്തിൽ നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അപ്പം നമുക്ക് പോയി നോക്കാം എന്തായി എന്നാണ്. ചെമ്മീനിട്ട് പോലും ചെമ്മീനിട്ട് അത്ര വലിയ സൈസൊന്നുമല്ല കിട്ടി. കറി വെക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ അത് വെച്ച് ബിരിയാണി ഉണ്ടാക്കുന്നു. വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം വളരെ ശാന്തമായിട്ടും വളരെ നല്ല കുട്ടിയായിട്ടും നിൽക്കുവാണ്. അവനെ പേടിച്ചിട്ടാണ് ഇവിടെ ഗേറ്റ് ആക്കിയത്. അപ്പോൾ അവനിപ്പം കുറച്ച് വലുതായി. അപ്പോൾ ആ ഗേറ്റ് സ്വയം തുറന്ന് പുറത്തേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് എപ്പം നോക്കിയാലും കണ്ണു നോക്കണം അവൻ്റെ മേലെ. ഒരു കണ്ണൊന്നും പോരാ. അപ്പോൾ നമുക്ക് പോയിട്ട് നമ്മുടെ ബിരിയാണി അവിടെ എത്തി. അപ്പോൾ ബിരിയാണി എന്തായി? ആയാ? ഭയങ്കര ചൂടായ കാരണം അതിനാ കുക്കറിന് ചെറിയ കംപ്ലൈന്റ് ആയിട്ട് ഭയങ്കര സംശയം. അപ്പോൾ ബിരിയാണീൻ്റെ അരിയെല്ലാം ഇങ്ങനെ അടുത്ത് വേകുന്നാണെന്നുണ്ട്. ഇതെന്നാ തൈരാ. സലാഡ് ഉണ്ടാക്കാൻ കുളിച്ച് സുന്ദരിയായ ഒരാള്. അവനെന്തല്ലോ കളിക്കുന്നുണ്ട്. കുഞ്ഞാവ് എടുത്തു, മമ്മീന്റെ കുഞ്ഞാവെത്തു, പപ്പിന്റെ കുഞ്ഞാവ. അല്ല, തുണി ആറിയിടുന്നില്ലേ? അപ്പം നമ്മളിങ്ങനെ താഴെ വന്ന് ഉണ്ണിക്കുട്ടൻ ആദ്യം തന്നെ താഴെ ഇറങ്ങിന്. അതിൻ്റെ അച്ഛൻ ഇപ്പം കേട്ടത് ഒരു പ്ലേറ്റ് എടുത്ത് വലിച്ചെറിഞ്ഞേൻ്റെ. അപ്പോൾ ഉണ്ണിമോന് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നുണ്ടാക്കി ചെമ്മീൻ ബിരിയാണി കുറച്ചെടുക്കുക. പപ്പടം വേണമെന്നില്ല. ഫലൂദാക്ക. അപ്പം നമുക്ക് ബിരിയാണി നോക്കാം എന്തായിന്ന്. നല്ലതായിനോ കൊളായിനോ. അല്ല, സാധാരണ ഇവിടെ ഉണ്ടാക്കുന്നതെല്ലാം നല്ല അടിപൊളിയാണ്. അപ്പം ഇത് നമുക്ക് നോക്കാം. എന്താണെന്ന് വെച്ചാൽ തട്ടിക്കൂട്ടിയതായതുകൊണ്ടാണ്. അല്ലാണ്ട് നമ്മൾ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതിന്ന് തട്ടിക്കൂട്ടിയതാണ്.
സത്യം പറഞ്ഞാല് ആ ഇന്ന് ഉള്ള സാധനം കൊണ്ട് അങ്ങനെ എന്തെല്ലോ ആക്കിയിട്ട് തട്ടിക്കൂട്ടിയതാണ്. എന്തെല്ലോ പേക്കറാന്ത കളി കളിച്ചിട്ട് തട്ടിക്കൂട്ടിയതാണ് ശരിക്കും അപ്പം നമുക്ക് നോക്കാം. നമ്മളെ ഉണ്ണിമോന് ആദ്യം വിളമ്പിയിട്ട് എന്നിട്ട് ഉണ്ണിമോന്റെ പ്ലേറ്റ് എടുക്കാം. ഉണ്ണിമോന് സ്വന്തമായിട്ട് പ്ലേറ്റിലുണ്ട്. രണ്ടിനകത്ത് കൊടുത്താലും തിന്നൂല. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ മേടിച്ചത് പ്ലേറ്റ്. രണ്ടിനകത്ത് കൊടുത്താലും അവൻ തിന്നൂല. ഇനി നമുക്ക് ഈ പ്ലേറ്റിനകത്ത് ട്രൈ ചെയ്ത് നോക്കാം. ആനക്കുട്ടിയും തിന്നൂല അവനും തിന്നൂല. നല്ല അടിപൊളി മണലുണ്ട് കേട്ടോ. മണം മാത്രല്ല ഗുണവും ഉണ്ടാവും. കുണം നമുക്ക് തിന്ന് നോക്കാം കേട്ടോ. അല്ല ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തട്ടിക്കൂട്ടിട്ടുണ്ടാക്കിയ സാധനല്ലേ. എന്റെ മേലെ തന്നെ ആദ്യം പരീക്ഷിക്കാൻ വേണ്ടി പോവാണ്. അല്ല സാധാരണ ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. അതായത് എനക്കിപ്പോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ സാധനവും വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്, നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുന്നുണ്ട്. പുറത്ത് പോയി തിന്നല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ഒരു വല്ല അങ്ങനെയല്ല. ഷിപ്പിൽ നിന്ന് അത് വേറെ, അത് വേറെ തന്നെ. മീൻസ് അത് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇന്ത്യൻ ഫ്ലേവേഴ്സോ അങ്ങനത്തെ ഇതൊന്നും അവിടുന്ന് നമുക്ക് കിട്ടൂല. അപ്പം അതുമായിട്ട് ഇവിടെ ഒരു കമ്പാരിസണും ചെയ്യാൻ കഴിയില്ല. അവിടുത്തെ ഫുഡ് തന്നെ, അതൊന്നും ഒരു വിധത്തിലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇവിടെ എല്ലാ സാധനവും ഉണ്ടാക്കും വീട്ടിൽ തന്നെ. അപ്പോൾ ആ വീട്ടിലെ ഫുഡും പുറത്തെ ഫുഡും തിന്നു നോക്കുമ്പോൾ ആ ടേസ്റ്റിൻ്റെ ഡിഫറൻസ് തിന്നുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പം നമ്മൾ എന്തെന്നായാലും വീട്ടിൽ നിന്ന് ഒരു ഫുഡ് ഉണ്ടാക്കുന്നതായാലും ഷവർമയായാലും എന്ത് റോളായാലും എന്ത് കാര്യമായാലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അതിന് വേറെ തന്നെ ഒരു ഫീലാണ്, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അത് എനക്ക് ശരിക്കും മനസ്സിലാകുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടുന്നായാലും തിന്നുന്നതാണ് ഇവിടുന്നായാലും തിന്നുന്നതാണ്. അപ്പം രണ്ട് സ്ഥലത്തും തിന്നിട്ടുള്ള ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനക്കത് ശരിക്കും മനസ്സിലാകുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ എനക്ക് ഇവിടുന്ന് ഉണ്ടാക്കുന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടം. ഞാൻ ഇപ്പോൾ അൽഫാമായാലും മന്തി ആയാലും എന്തെന്നായാലും ഇവളോട് പറയല്ലോ. സാധാരണ എല്ലാവരും പുറത്തുനിന്ന് പോയിട്ട് കഴിക്കുന്നൊരു സാധനമാണത്. ബട്ട് ഞാൻ ഇവളോടാണ് പറയല്, നീ ഉണ്ടാക്കിക്കോ, ഞാൻ ഇരുന്ന് സാധനം മേടിച്ചതരാന്ന് ഞാൻ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്തിട്ട്, അതായത് ഒരു ഹാഫ് പ്രൈസിൽ നടക്കുന്ന സംഭവം നമ്മൾ ഡബിൾ പ്രൈസിൽ പോയിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നത്. ബട്ട് അതൊരു ഫ്ലേവറും ഉണ്ടാവില്ല, ആ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടൂല, മനസ്സിനൊരു ഹാപ്പിനെസ്സും കിട്ടൂല. വെറുതെ നമ്മൾ പുറത്ത് പോയി തിന്നു എന്നുള്ള ആ ഒരു പേര് മാത്രമേ ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചെമ്മീൻ ബിരിയാണി. ഇന്ന് തട്ടിക്കുട്ടിയ ചെമ്മീൻ ബിരിയാണി എങ്ങനെയുണ്ട്? അടിപൊളി. നല്ല ചെമ്മീൻ നല്ല മണം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി. അതിന് തട്ടിക്കുട്ടുകയെന്ന് പറയില്ല, തട്ടിക്കുട്ടുകയെന്ന് നമുക്ക് അറിയും. ഇപ്പം വേറെ ആരെങ്കിലും കയറി വന്നിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തട്ടിക്കുട്ടിയ സാധനമാണെന്ന് പറയില്ല. ഉണ്ണിമോനെ വന്നിട്ടുണ്ട്. സൂപ്പർ കാണിക്ക്. ഇതാണ് അവന്റെ സൂപ്പർ കാണിക്കല്. ഇങ്ങനെ അപ്പൊ അടിപൊളി ബിരിയാണി.
അപ്പോൾ ഉണ്ണിക്കുട്ടൻ തിന്നു കഴിഞ്ഞ് നമ്മളെ എന്താ ഒരാള് തിന്നല് തുടങ്ങിക്കഴിഞ്ഞ് അവളെ അവളങ്ങനെ മസാല അങ്ങനെ അധികം തിന്നില്ല. അതുകൊണ്ട് കുറച്ച് സാദാ ചോറ് എടുത്ത് വെച്ചിന്. സാദാ ചോറ് എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ അരി സൈഡിലെടുത്ത് മാറ്റി വെച്ചിട്ട് അത്ര മസാല വേണ്ട. അപ്പോൾ അങ്ങനെ ഇതായിട്ട് അവൾ കഴിക്കുന്നത്. എനിക്ക് നല്ല മസാല വേണം. അപ്പോൾ ഇതാണ് എൻ്റെ ഫുഡ്. അപ്പം ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ആദ്യം കഴിച്ചു നോക്കിയതാണ്, നല്ല അടിപൊളിയായിന്. കഴിച്ചതാണ്, കഴിച്ചായിരുന്നു, നല്ല അടിപൊളി ആയിന്. ഇനി എൻ്റെതായ പ്ലേറ്റിൽ എനിക്ക് ഫുഡ് കിട്ടിയിട്ടുള്ള മോൻ്റെ ചോറ് കുറച്ച് കട്ട് തിന്നു ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ആരും കട്ട് തിന്നില്ല, ഇത് എൻ്റെ തന്നെ. ഇവിടെ ചെമ്മീനെല്ലാം നല്ല വലുതന്നെയാണല്ലോ. ഇതാ നല്ല സൈസ് ഉണ്ടല്ലോ. ഇതാ ഒരു മോശമില്ലാത്ത സൈസ് ഉണ്ട്. അങ്ങനെ ചെറുതൊന്നുമല്ല, ഇവള് പറയുന്നത് ചെറുതെന്നാണ്. പക്ഷെ എനക്കങ്ങനെ ചെറുതാവുമ്പോ ആ ഒരു ചോയ നല്ലോണം കിട്ടും. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി അടിപൊളി. അപ്പോൾ കൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാം. അപ്പോൾ നാളത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഇതാ ഇവളും ഉണ്ട്. ബൈ. എല്ലാവരും നമ്മളെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റിലേക്കൂടി രേഖപ്പെടുത്തുക. നമ്മളത് ചെയ്യും. എന്ത് ടൈപ്പ് വീഡിയോ വേണ്ടെങ്കിലും നിങ്ങളത് നമ്മളെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ബൈ.